26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. മകളെ ഡോക്ടറാക്കണമെന്നായിരുന്നു സാവരിയുടെ അമ്മ മിനിയുടെ ആഗ്രഹം. കഴിഞ്ഞ ഡിസംബറിലാണ് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠനത്തിനായി സാവരിയെ യാത്ര തിരിച്ചത്. ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ മികച്ച മാർക്ക് ലഭിച്ചതോടെ കുടുംബവും വലിയ സന്തോഷത്തിലായിരുന്നു. അതിനിടയിലാണ് നാടിനെ നടുക്കിയ വാർത്ത വന്നത്. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട സാവരിയ. പെരിന്തൽമണ്ണ സ്വദേശി സമദ്രുൾ അനമിയാണ് പ്രതി. മകൾക്ക് അവിടെ എന്തോ അപകടം സംഭവിച്ചെന്നും ആശുപത്രിയിലാണെന്നുമാണ് ആദ്യം കുടുംബത്തിന് ലഭിച്ച വിവരം. അതിനുശേഷമാണ് കൊലപാതക വിവരം അറിയുന്നത്. സഹപാഠി പെരിന്തൽമണ്ണ സ്വദേശി സദറുൾ അനമിയുടെ ക്രൂരമർദ്ദനത്തിനിരയായാണ് സാവരിയ കൊല്ലപ്പെട്ടത്. ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തിയെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ഹോസ്റ്റൽ മുറിയിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ പ്രകോപിതനായി സദറുൾ അനം ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. രക്തത്തിൽ കുളിച്ച് ബോധരഹിതയായി വീണ സാവരിയെ പ്രതി സദറുൾ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തലയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രക്ഷപ്പെട്ടില്ല. മൃതദേഹം ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിൽ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്തു. തലയിലെ ശസ്ത്രക്രിയയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ എംബാം ചെയ്തതും പോസ്റ്റ്മോർട്ടത്തിൽ ലഭിക്കേണ്ട വിവരങ്ങൾക്ക് കൂടുതൽ സങ്കീർണമായി. തലയിൽ പൊട്ടലേറ്റ ഭാഗവും തലച്ചോറിന്റെ ഒരു ഭാഗവും ഉസ്ബെക്കിസ്ഥാനിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി മാറ്റി. ശരീരത്തിൽ ഒട്ടേറെ മുറിവുകൾ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടിലെത്തിച്ച മൃതദേഹം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു. 150 ചിത്രങ്ങൾ മൃതദേഹത്തിന്റെ ശേഖരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർണ്ണമായും വീഡിയോയിൽ പകർത്തിയിട്ടുമുണ്ട്. പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സദറുൾ അനം ഈ മാസം നാട്ടിലേക്ക് വരാനിരിക്കെയായിരുന്നു ക്രൂരകൃത്യം നടത്തിയത്. നിലവിൽ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. കുറ്റവാളികളുടെ കൈമാറ്റത്തിന് ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കരാർ നിലവിലുണ്ട്. പ്രതിയും വാദിയും ഇന്ത്യക്കാരായതിനാൽ കേസ് ഇവിടെ നടത്തണമെന്ന് ബന്ധുക്കൾക്ക് ആവശ്യപ്പെടാമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.